റോഡിൽ CPM സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ, നടന്നുപോയാൽ പോരെ എന്ന വിചിത്രവാദമാണ് എ വിജയരാഘവൻ പറഞ്ഞത്. കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ പാവപ്പെട്ടവർക്ക് ജാഥ നടത്താനും അവകാശം അനുവദിച്ച് നൽകണമെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് എ വിജയരാഘവന്റെ പ്രതികരണം? തിരുവനന്തപുരത്ത് CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് കൈയടക്കി വേദി കെട്ടിയ സംഭവത്തിലാണ് ഇപ്പോൾ വിജയരാഘവന്റെ ഭാഗത്തു നിന്നൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. കുന്നംകുളം ഏരിയ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ വിചിത്ര വിമർശനവും വാദവും എല്ലാം ഉയർന്നത്. ഈ കാറുള്ളവർ എന്തിന് എല്ലാവരും കൂടി ഈ കാറിൽ യാത്ര ചെയ്യുന്നു, കാറിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് വിജയരാഘവൻ ഈ പൊതുസമ്മേളനത്തിൽ ചോദിച്ചത്. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ, പകരം നടന്നു പോയാൽ പോരെ? കാറിൽ പോകാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു ഈ പൊതുസമ്മേളനത്തിൽ ഈ ന്യായീകരണമായി വിജയരാഘവൻ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ചില മോശം പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അമ്മായിയമ്മയെ കാണാൻ പോലും ചിലർ പോകുന്നത് കാറിലാണ്. 25 കാറ് പോയാൽ 25 ആളുകളെ അതിലുണ്ടാകൂ. എല്ലാവരും സൂരജിലേക്ക് വരാം. അതിന് മുമ്പ് എ വിജയരാഘവന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു രക്ഷിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ദുർബലരോടുള്ള പ്രതിബദ്ധതയിൽ പാർട്ടി പ്രവർത്തിക്കുക. അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ആവശ്യമായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കും. സഹിച്ചൂടാ, അയ്യോ റോട്ടൊക്കിൽ മാർസിസ്റ്റേര് പൊതുയോഗം വെച്ചു, കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. 10 കാറ് പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാറ് പോകേണ്ട കാര്യമുണ്ട്, നടന്നു പോയപ്പോഴും. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, ആ പ്രതികരണം നമ്മൾ കേട്ടു. തുടരാം സൂരജ്. തന്നെയാണ് 25 കാറ് പോയാൽ അതിൽ 25 ആളുകളെ ഉണ്ടാകുകയുള്ളൂ. ഇത്രയും വലിയ കാറിൽ പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചെറിയ കാറിൽ പോയാൽ പോരെ? കാറെടുത്ത് അമ്മായിയമ്മയെ കാണാൻ പോകുകയാണ് ചിലർ എന്ന തരത്തിൽ വഴിവിട്ട പരാമർശം പോലും എ വിജയരാഘവന്റെ ഭാഗത്തുനിന്നുണ്ടായി. സല്ലപിച്ച് വർത്താനം പറഞ്ഞാണ് പോകുന്നത്. അത്യാവശ്യമുള്ള കാർ യാത്രയൊക്കെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. കാറിലുള്ളവർ കാറിൽ പോകുന്നത് പോലെ തന്നെ പാവപ്പെട്ടവർക്ക് ജാഥ നടത്താനും അവകാശം അനുവദിച്ചു നൽകണമെന്നായിരുന്നു എ വിജയരാഘവൻ കുന്നംകുളത്ത് നടന്ന ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിമർശനം ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെ ഉയരുന്നുമുണ്ട്. എന്തായാലും ഈ കാറുള്ളവർ കാറിൽ പോകേണ്ടതുണ്ടോ, പകരം നടന്നു പോകേണ്ടതുണ്ടോ എന്ന വിചിത്രവാദമാണ് ഈ വഞ്ചിയൂരിൽ നടന്ന ഈ റോഡ് കയ്യേറിയുള്ള പൊതുസമ്മേളനത്തെ ന്യായീകരിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ടിക്ക്. ശരി, വഴിയടച്ചുള്ള CPM സമ്മേളനം നടത്തിയതിനെ CPM സമ്മേളനത്തെ ന്യായീകരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്.